അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ദുആ ഉണ്ട്. തഫ്സീർ റൂഹുൽ ബയാനിൽ മഹാനായ ഇസ്മാഇൽ ഹഖ് ബറൂസവി തങ്ങൾ അത് കൊണ്ടുവരുന്നുണ്ട്. ദുആ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ മത്തിഅനാ ബിൽ ഇസ്ലാം വബിൽ ഖുബ്സ്. അല്ലാഹുവേ, ഞങ്ങളെ നീ ഇസ്ലാം കൊണ്ട് സന്തോഷിപ്പിക്കണമേ. വബിൽ ഖുബ്സി, ഭക്ഷണം നൽകിയും ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യോ? ഭക്ഷണത്തിന് വേണ്ടി ചെയ്യും. തങ്ങൾ ചെയ്തതാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞത് എന്താ? ഫലൗലൽ ഖുബ്സ്, റബ്ബേ, ഭക്ഷണം ഇല്ലായിരുന്നുവെങ്കിൽ മാ സുംന, ഞങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ. വലാ സ്വല്ലൈന, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. വലാ ഹജ്ജന, ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ലല്ലോ. വലാ ഗസൗന, നിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് ധർമ്മസമരം ചെയ്യാൻ കഴിയില്ലല്ലോ. ഞങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നത്, നോമ്പെടുക്കാൻ കഴിയുന്നത്, ഹജ്ജ് ചെയ്യാൻ കഴിയുന്നത്, നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ കഴിയുന്നതെല്ലാം നീ നൽകുന്നതായ ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ, ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണല്ലോ ഞങ്ങൾക്ക് ഇതെല്ലാം കഴിയുന്നത്. അതുകൊണ്ട് മത്തിഅന ബിൽ ഇസ്ലാമി വബിൽ ഖുബ്സി, ഇസ്ലാം കൊണ്ടും ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണം, ഭക്ഷണം നൽകിയും ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ദുആ ചെയ്യുകയാണ്. മാത്രമല്ല, ഭക്ഷണത്തിനോട് ആദരവ് കാണിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അക്രിമുൽ ഖുബ്സ, ഭക്ഷണത്തിനോട് നിങ്ങൾ ആദരവ് കാണിക്കണം. ഒരു വറ്റ് ഭക്ഷണത്തിനോട് പോലും നമ്മൾ ആദരവ് കാണിച്ചിരിക്കണം. എന്തുകൊണ്ട്? ഫഇന്നഹു അക്രമഹുല്ലാഹ്, അല്ലാഹു തആല ഭക്ഷണത്തെ ആദരിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഫമൻ അക്രമൽ ഖുബ്സ, ആരെങ്കിലും ഭക്ഷണത്തെ ആദരിച്ചു കഴിഞ്ഞാൽ അക്രമഹുല്ലാഹു, അല്ലാഹു തആല അവനെ ആദരിക്കുമെന്നാണ്. ഭക്ഷണത്തിനോട് ആദരവ് കാണിക്കുന്ന ഏതൊരു മനുഷ്യനെയും അല്ലാഹു തആല അവനിക്ക് അതിൻ്റെതായ പരിഗണന കൊടുക്കും. ആ മനുഷ്യനിക്ക് അതിൻ്റെതായ പരിഗണന കൊടുക്കും. അത് ഏത് മനുഷ്യനാണെങ്കിലും ഭക്ഷണത്തെ ആദരിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെതായ പരിഗണന അല്ലാഹു തആല കൊടുത്തിരിക്കും. എന്നാൽ ആരെങ്കിലും ഭക്ഷണത്തിനോട് അനാദരവ് കാണിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇബ്തലാഹുമുല്ലാഹു ബിൽ ജൂഅ്, വിശപ്പ് കൊണ്ട് അല്ലാഹു തആല അവരെ പരീക്ഷിക്കുമെന്നാണ്. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭക്ഷണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചതാണ്. അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുന്നതാണ്, കാര്യമാണ്. അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുന്ന നിഅമത്തുകളിൽ പെട്ടതാണ് ഭക്ഷണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ അതിനെ ആദരവോടുകൂടെ സമീപിക്കണമെന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിക്കുന്ന കാര്യമാണ്. അല്ലാഹു തആല ആദരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ആദരിക്കണം. ഭക്ഷണത്തിന് നിങ്ങൾ ആദരിച്ചാൽ അല്ലാഹു തആല നിങ്ങളെയും ആദരിക്കുന്നതാണ്. എന്നാൽ അനാദരവ് കാണിച്ചാലോ, ഇബ്തലാഹുമുല്ലാഹു ബിൽ ജൂഅ്, വിശപ്പ് കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.